കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ കേട്ട അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിൻ്റെ രണ്ടാം ഭാഗം ആണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്നലെ കേട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇന്നലെ ഒരുപാട് സൗഖ്യങ്ങൾ നടന്നു, അത്ഭുതങ്ങൾ നടന്നു. അത് കേട്ടതിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. യേശുവിനെ പിതാവാം ദൈവം നമുക്ക് വേണ്ടി അയച്ചു തന്നതല്ലേ, പുത്രനെ തന്നതിൻ്റെ കൂടെ അവനോടൊപ്പം സകല നന്മകളും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് ദൈവവചനം പറയുക. ആ പിതാവിൻ്റെ സ്നേഹം അത്ര വലുതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധിയിൽ കൂടെ നിങ്ങൾ കടന്നു പോയാലും അതിൽ നിന്നെല്ലാം വിടുവിപ്പാൻ, അതിൽ നിന്നെല്ലാം രക്ഷിപ്പാൻ ഈ യേശുവിന് കഴിയും. ഇന്നും നമുക്ക് ആ സന്ദേശം കേൾക്കാം. അത് കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ആ ദൈവിക പദ്ധതിയെക്കുറിച്ചുള്ള ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിന് അത് അനുഗ്രഹമാകും. നിങ്ങളുടെ ഹൃദയത്തിൽ അത് വലിയ ധൈര്യം പകരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്കതുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇവിടെ പത്രോസ് പ്രസംഗിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് 3.5 വർഷം നിങ്ങളുടെ നടുവിൽ അവൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ പുരുഷന്മാരെ നിങ്ങൾ ഓർത്തു, നിങ്ങൾ അവനെ തൂക്കിക്കൊല്ലുകയാണ്. നോ, ദൈവമോ മരണത്തിന്റെ കെട്ടുകളെ അഴിച്ച് അവനെ ഉയർപ്പിച്ചു. ആമേൻ. നിങ്ങളുടെ നടുവിൽ അവൻ ചെയ്ത അത്ഭുതങ്ങളാലും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനാണ് അവൻ. ദൈവനാ രക്ഷകൻ, ഇവനാണ് ക്രിസ്തു. പഴയ നിയമ ഗ്രന്ഥങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞത് ഇവനെക്കുറിച്ച്, കന്യകയിൽ ജനിക്കുമെന്ന് പറഞ്ഞത് ഇവനെക്കുറിച്ച്, മാനവജാതിയുടെ ആശാ പുരുഷൻ എന്ന് പറഞ്ഞത് ഇവനെക്കുറിച്ച്, സർവ്വലോകത്തിൻ്റെയും പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാടായി അവൻ വരുമെന്ന് പറഞ്ഞത് ഇവനെക്കുറിച്ച്. ഇവനൊരു ജാതിയുടെ സ്വന്തമല്ല, ഇവനൊരു മതത്തിൻ്റെ സ്വന്തമല്ല, ഇവനൊരു സഭയുടെ സ്വന്തമല്ല, ഇവനൊരു സമുദായത്തിൻ്റെ സ്വന്തമല്ല, സകല മാനവജാതിക്കും കാണിച്ചു തന്ന ദൈവ പുരുഷനത്രേ കർത്താവായ യേശു ക്രിസ്തു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2:22 നമ്മൾ വായിച്ചത്. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ദൈവം കാണിച്ചു തന്ന പുരുഷൻ. അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ്, ദൈവം കാണിച്ചു തന്ന പുരുഷൻ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആർക്ക് കാണിച്ചു തന്ന പുരുഷൻ? സകല മാനവജാതിക്കും കാണിച്ചു തന്ന പുരുഷൻ. വായിക്കാം, ആക്ട്സ് 2:22. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അവൻ മരണത്തെ ജയിച്ചത് തനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. സ്തോത്രം. ബാക്കി ആരായിരുന്നെങ്കിലും ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ക്രൂശിച്ച, തന്നെ തുപ്പിയ, തന്നെ തള്ളിക്കളഞ്ഞ ജനത്തിന് പ്രതികാരം കൊടുക്കാനേ വരുള്ളായിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ ഇതാ തന്നെ ക്രൂശിച്ചവരെയും തന്നെ കാർക്കിച്ചു തുപ്പിയവരെയും രക്ഷിപ്പാൻ അവരുടെ നടുവിൽ തൻ്റെ വചനവുമായി തൻ്റെ മക്കളെ അയച്ചിരിക്കുക. ഓ, ഇങ്ങനൊരു രക്ഷകൻ വേറെ ആരുണ്ട്? ഇങ്ങനെ ഒരു നല്ല നാഥൻ വേറെ ആരുണ്ട്? ഇവനൊരു മതത്തിൻ്റെ ആളെ അല്ല, ഇവൻ ദൈവം കാണിച്ചു തന്ന പുരുഷന്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം പത്രോസ്ലീഹ വിളിച്ചു പറയുക, അവനെ ദൈവം ഉയർപ്പിച്ചു. ആ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ സ്വർഗത്തിൽ പോയി അവിടുന്ന് പകർന്നു തന്ന ആത്മ പകർച്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഞങ്ങൾ പുതുവീഞ്ഞ് കുടിച്ചെന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? ഞങ്ങൾ പുതുഭാഷ പറയുമ്പോൾ, ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ, ഞങ്ങൾ ഭയന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം പേടിച്ച് മുറികളിൽ കയറിയിരുന്നവരാ. ഇപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ കാണുന്ന ഈ തിളക്കം, ഞങ്ങളുടെ ശരീരത്തിൽ കാണുന്ന പുതുബലം, ഞങ്ങളുടെ മുഖത്ത് കാണുന്ന ഈ സന്തോഷം എന്താണെന്നറിയാമോ? ഇത് ഞങ്ങൾ വീഞ്ഞു കുടിച്ച് കിട്ടിയതല്ല. ലോകത്തിൽ ഒരു വീഞ്ഞിനും തരാൻ കഴിയാത്ത ഒരു ദിവ്യ ഔഷധം, ഒരു ദിവ്യ വീഞ്ഞ് ഞങ്ങളിൽ പകർന്നു. അതത്രേ പരിശുദ്ധാത്മാവ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ചുരുക്കി പറഞ്ഞാൽ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നത് തൻ്റെ ശിഷ്യന്മാരിലൂടെ കർത്താവ് ലോകത്ത് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ 2000 വർഷമായി. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇത് വിശ്വസിക്കുന്ന വ്യക്തിയിൽ ആര് വിശ്വസിച്ചോ ഈ പരിശുദ്ധാത്മാവ് വരും. മാത്രമല്ല, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും കർത്താവ് ജീവിക്കുന്നു എന്ന് ഉറപ്പിക്കും. ഇന്നത്തെ ശുശ്രൂഷയിൽ പല സഹോദരങ്ങൾ ഇവിടെ സൗഖ്യമായി, വിടുതലായി. ഇവിടെ ആരും കൈവച്ചവരുടെ കഴിവുകൊണ്ടല്ല അത് സംഭവിച്ചത്. മറിച്ച് യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ കരം അവിടെ വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ കുമളി ഈ ഹാളിലും ഇറങ്ങി വന്ന യേശുവിൻ്റെ കരം, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിൽ നിങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കരം, ആണിപ്പടുത്തുള്ള ആ കരം നമ്മൾ കാണുന്നില്ലായിരിക്കാം. എന്നാൽ വീണ്ടും ആ കർത്താവിൽ വിശ്വസിച്ചാൽ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതലുകൾ സംഭവിക്കും. ഇതിവിടെ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും മാത്രമല്ല, വിദൂരത്തിൽ, ഭവനത്തിൽ, നിങ്ങളുടെ പ്രശ്നമായിരിക്കുന്ന ഓഫീസിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ, നിങ്ങളുടെ വളർത്തു പക്ഷിയിൽ, മൃഗത്തിൽ, എവിടെയാണ് പ്രശ്നം? നിങ്ങളുടെ കുഞ്ഞുങ്ങളിലാണോ? ഇവിടെ ഇരുന്ന നാമം വിളിക്കുമ്പോൾ അവിടെ വിടുതൽ സംഭവിക്കും. മാനവജാതിക്ക് ദൈവം കാണിച്ചു കൊടുത്ത പുരുഷൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ കർത്താവിൻ്റെ വലുപ്പങ്ങൾ ഇവിടെ തെളിയിക്കപ്പെട്ടതുപോലെ ഉയർത്തെഴുന്നേൽക്കും കൂടെ ചെയ്തപ്പോഴാണ് ചില കാര്യങ്ങളും കൂടെ തെളിഞ്ഞത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശു കർത്താവ് ഈ ഭൂമിയിൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തപ്പോൾ ചിലർ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളെ ആശ്രയിച്ച് ചെയ്യുന്നൊരു മന്ത്രവാദിയാന്ന് പറഞ്ഞു. യെസ്, അങ്ങനെയും പറയാം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജനങ്ങൾ മനുഷ്യപുത്രനെ ആരാന്ന പറയുന്നതെന്ന് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചതായി മത്തായി 16 നമ്മൾ വായിക്കുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, നീ ഒരു പ്രവാചകനാണെന്ന് പറയുന്നു, യിരെമ്യാവാന്ന് ചിലർ പറയുന്നു, ചിലർ പറയുന്നു ഏലിയാവാണ്, ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകനാണ് എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞത്, നമ്മൾ ആ പറഞ്ഞ ലിസ്റ്റിൽ പെട്ടവരെല്ലാം സാധാരണ ഒരു ജന്മം ഉണ്ടായവരാ. ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും ജനിച്ചവരാണ് ഏലിയാവും എലീശയും യിരെമ്യാവും യോഹന്നാൻ സ്നാപകനുമെല്ലാം, അല്ലേ? എന്നെയും നിങ്ങളെയും പോലെ പാപരക്തം ഒഴുകുന്ന മനുഷ്യർ. പക്ഷേ അവർക്ക് ദൈവം ചില പ്രത്യേക സിദ്ധികളോ കൃപകളോ കൊടുത്തെന്ന് മാത്രം. അപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുക, ജനങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്നാ? ഉടനെ അവർ പറഞ്ഞു, നീ അവരിൽ പോലെ തന്നെ ഒരു പ്രത്യേക സിദ്ധിയുള്ള മനുഷ്യനാന്ന് പറയുന്നു. എന്നാൽ സ്തോത്രം, കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരാന്നാ പറയുന്നത്? ഉടനെ പറഞ്ഞു, നോ, നീ സാധാരണ ഒരു മനുഷ്യനല്ല, പാപരക്തത്തിൽ പിറന്നവനല്ല, യെശയ്യാവിനെ പോലെ യിരെമ്യാവിനെ പോലെയും മറ്റ് പ്രവാചകന്മാരെ പോലെ മാത്രം ഒരാളല്ല, നിന്നിൽ പാപമുള്ളവനല്ല, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. മറിയയുടെ മകനല്ല, നീ ജോസഫിന്റെ മകനല്ല, നീ തച്ചനല്ല, നീ നസറേത്തുകാരനല്ല, നീ ലോകത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലപരിമിതിയിൽ അറിയുന്ന ആളല്ല. അത്യുന്നതനായ ദൈവത്തിന്റെ, ദൈവം തമ്പുരാന്റെ പുത്രന, ദൈവം മനുഷ്യനായിട്ട് ഇവിടെ പറന്നവന്, ഒരു മാനുഷിക ഉദരത്തിൽ വന്നേ ഉള്ളൂ. യു ആർ റിയലി ഗോഡ്, യു ആർ ദ ക്രൈസ്റ്റ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇത് വിളിച്ചു പറഞ്ഞ പത്രോസിനോട് യേശു പറഞ്ഞു, നീ ഭാഗ്യവാൻ. നീ മിടുക്കനെന്നല്ല പറഞ്ഞു, പിന്നെ നീ ഭാഗ്യവാൻ. യേശുക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് അറിയാനുള്ള ഭാഗ്യം കിട്ടിയവരെ യഥാർത്ഥ ഭാഗ്യവാന്മാർ ആണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്കിപ്പോഴേ മനസ്സിലായി കാണും, ലോകത്തിന് അന്ന് പിടികിട്ടും, ഒരിക്കൽ പിടികിട്ടും. യേശു ദൈവപുത്രനാന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പറയാ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല നിനക്കിത് പറഞ്ഞത്, മനുഷ്യബുദ്ധിയോ ഫിലോസഫിയോ വെച്ച് നിനക്ക് പിടികിട്ടിയതല്ലിത്, പിതാവാം ദൈവം നിനക്ക് വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ കർത്താവ് ദൈവപുത്രനാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഒരു കൂട്ടം ആൾക്കാർക്ക് മനസ്സിലായി. എന്നാൽ പിന്നെയും ആൾക്കാർ പറഞ്ഞു, ഇവൻ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചതാണ്.
പ്രൈസ് ദി ലോർഡ്. വിവാഹം കഴിയുന്നതിന് മുമ്പേ ഗർഭവതിയായ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചതാ. അവനെ വളരെ മോശമായി ചിത്രീകരിച്ചു. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് ഈ വേണ്ടാത്ത സകലതും എന്നേക്കുമായി എല്ലാ ഗോസിപ്പുകളും തകർത്തുകൊണ്ട് അവൻ ദൈവപുത്രൻ തന്നെ തെളിയിച്ചു. അവന്റെ ജനനത്തെക്കുറിച്ചുള്ള സംശയം അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ എന്നേക്കുമായി നീക്കിക്കൊണ്ട് ഇന്ന് ഉയർത്തെഴുന്നേറ്റവനിൽ വിശ്വസിക്കുന്ന വ്യക്തികളിൽ നടക്കുന്ന അവർക്ക് വരുന്ന രൂപാന്തരം, അവരിൽ വരുന്ന മാറ്റം, ഇന്ന് നടക്കുന്ന അത്ഭുതങ്ങൾ ദൈവപ്രവർത്തികളാൽ കർത്താവ് തെളിയിച്ചുകൊണ്ടിരിക്കുക. അവൻ ദൈവപുത്രൻ തന്നെ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനാൽ ദൈവപുത്രൻ തന്നെ എന്ന് തെളിയിക്കപ്പെട്ടു. റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ. ആമേൻ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ. വേറെ ആരുണ്ട് അങ്ങനെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ്? ലാസർ ഉയർത്തു പിന്നെയും മരിച്ചു. എന്നാൽ എന്നേക്കുമായി മരണത്തെ ജയിച്ച് ജീവിക്കുന്നവൻ. 2-3 പേരുടെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ നടുവിൽ വരുമെന്ന് പറഞ്ഞവൻ, ഞാനോ ലോകാവസാനത്തോളം കൂടെയുണ്ടെന്ന് പറഞ്ഞവൻ ഒരുവനേ ഉള്ളൂ. ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ കേട്ടോ, മരണത്തിന്റെ കെട്ടുകളെ അഴിച്ച് അവനെ ഉയർപ്പിച്ചു. കല്ലറ അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു. അവനെ കുറിച്ചുകൂടെ പറയാണ്, അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കൽ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിച്ചു. പ്രൈസ് ദി ലോർഡ്. പലരും അവനെക്കുറിച്ച് വിചാരിച്ചത് അവൻ പ്രത്യേക സിദ്ധികളുള്ളൊരു മനുഷ്യൻ മാത്രമാണ്. ചിലരവനെ വിളിച്ചത് ദാവീദ് പുത്ര എന്നാണ്. ഒരു വേദഭാഗം വായിക്കാം. യേശു തന്നെ അന്നേ പറഞ്ഞു, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഞാൻ കേവലം ദാവീദ് പുത്രനല്ല. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. യേശു ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത്, ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ പറയുന്നു ക്രിസ്തു ആരാണ്? ദാവീദ്. യേശുവിനെ അവർ ക്രിസ്തുവായിട്ട് അംഗീകരിച്ചില്ല. ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് അവർ പറയുന്നു. അതെങ്ങനെ? കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്ക എന്ന് അരുളി ചെയ്തു എന്ന് ദാവീദ് താൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു. ദാവീദ് തന്നെ പരിശുദ്ധാത്മാവിൽ തന്റെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ദാവീദ് എന്നെ കർത്താവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാവീദ് ക്രിസ്തുവിനെ എന്താ വിളിച്ചേ? കർത്താവേ എന്നാ. താഴ്ത്തു വായിച്ചേ. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് പറയുന്നു. ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയുന്നെങ്കിൽ പിന്നെ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ? ഇന്ന് ഞാനിവിടെ വിളിച്ചു പറയട്ടെ, അവൻ നസ്രായനുമല്ല, അവൻ ദാവീദിന്റെ മകനുമല്ല, അവൻ കേവല അബ്രഹാമിന്റെ മകനുമല്ല. യേശു പറഞ്ഞു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ. ഇവിടെ ഇതാ യോനായിലും വലിയവൻ, ഇവിടെ ഇതാ മോശയേക്കാൾ വലിയവൻ, ഇവിടെ ഇതാ ഏലിയാവിനേക്കാൾ വലിയവൻ, ദൈവം കാണിച്ചു തന്ന പുരുഷൻ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്തായിരിക്കുമെന്നറിയാമോ? ഈ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത്. വിശുദ്ധിയുടെ ആത്മാവിനാൽ അവൻ ഉയർത്തെഴുന്നേറ്റതിനാൽ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിച്ചെങ്കിൽ അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. കരങ്ങൾ തട്ടിക്കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അപ്പോസ്തലപ്രവൃത്തി 17:31 വായിക്കുമ്പോൾ അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഒന്നുകൂടെ തെളിയിക്കപ്പെട്ടു, അവൻ ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കുന്നവനായിരിക്കും. ഇന്ന് ലോകത്തിന് മുഴുവൻ സൗജന്യമായി രക്ഷ കൊടുക്കുന്നവൻ, ഇന്ന് ലോകത്തിൽ എത്ര മഹാപാപം ചെയ്തവനും തൻ്റെ നാമത്തെ ഒന്ന് വിളിച്ചാൽ വിടുതൽ കൊടുക്കുന്നവൻ ഒരു അവസരം കൊടുക്കുകയാണ്, ഒരു രക്ഷയ്ക്ക് അവസരം കൊടുക്കുകയാണ്. വരാൻ പോകുന്ന വലിയ ശിക്ഷയിൽ നിന്ന് ഏത് വ്യക്തിക്കും വിടുതലാകാൻ 2 കരവും നീട്ടി നിന്റെ തെറ്റും കൂടെ ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞവൻ തന്നെ ലോകത്തെ ന്യായം വിധിക്കുന്നവനായി വരാൻ പോകുന്നു എന്ന് ദൈവവചനം വിളിച്ചു പറയുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ 1 അവൻ തെളിയിച്ചു ദൈവപുത്രൻ തന്നെ, 2 അവൻ തെളിയിച്ചു അവൻ ന്യായാധിപൻ തന്നെ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം.
ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 17:31 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. ദൈവം കാണിച്ചു തന്ന പുരുഷൻ. ഇന്ന് നമ്മുടെ കർത്താവ് വന്നത് ന്യായം വിധിക്കാനല്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളെ വിധിപ്പാനല്ല ഞാൻ വന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ ഞാൻ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾ നിരൂപിക്കരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട് മോശ. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് അനേകർക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുവാൻ, നിങ്ങളുടെ കുറ്റവിമുക്തരാക്കുവാനും അത്രേ. ഹല്ലേലൂയ. ഇന്നവൻ 2 കരവും നീട്ടി നിൽക്കുകയാ. ആർക്കും വരാം, ആർക്കും ഓടി വരാം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിയുടെ ശാപക്കെട്ടുകൾ പൊട്ടും. ഒരു വീട്ടിൽ ഒരാള് ഈ കർത്താവിന് ജീവിതം കൊടുത്താൽ, നീ ആരുമായിട്ടാ കണക്റ്റഡ് ആകുന്നതെന്നറിയാമോ? ദൈവവുമായിട്ടാ. നിന്നിലൂടെ ദൈവശക്തി ആ ഭവനത്തിൽ ആവസിക്കുക. അതിനുവേണ്ടി കർത്താവിന് നേർച്ച വഴിപാടുകൾ ഒന്നും കൊടുക്കണ്ട. നിന്നെ തന്നെ, നിന്റെ ഹൃദയത്തെ തന്നെ ആ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ അത്ഭുത ശക്തി നിന്റെ മേൽ വ്യാപരിക്കും. പരിശുദ്ധാത്മ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നെന്നുള്ളതിൻ്റെ തെളിവാക്കി നിന്നെ മാറ്റും. നിന്റെ വീടിനെ മാറ്റും. നാട്ടുകാർ മുഴുവൻ നിന്റെ വീടിനെ നോക്കി ഇത് നാശത്തിലായല്ലോ എന്ന് പറഞ്ഞെങ്കിൽ നിന്റെ വീടിനൊരു പുനരുത്ഥാനം, നിന്റെ വീടിനൊരു ഉയർപ്പ്. നാട്ടുകാർ മുഴുവൻ നിന്റെ ജീവിതത്തെ നോക്കി ഇത് തകർന്നതാണല്ലോ എന്ന് പറഞ്ഞെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവിനെ കാണിച്ച പോലെ തന്നെ നിന്നെയും ലോകത്തിന് കാണിക്കുന്ന വ്യക്തിയാക്കി മാറ്റും. സ്തോത്രം, സ്തോത്രം. യേശുവിനെ എങ്ങനെ ലോകത്തിന് കാണിച്ചു കൊടുത്തോ അതുപോലെ തന്നെ നിന്നെ, നിന്റെ അയൽവാസികൾക്കും നീ ചെല്ലുന്നിടത്തും ലോകത്തിന് ദേ എന്നിൽ വിശ്വസിക്കുന്ന മകനെ കണ്ടോ, എന്നിൽ വിശ്വസിച്ച മകളെ കണ്ടോ എന്ന് പറയുമാറ് നിന്നെ ഒരു ഷോയാക്കി, സ്വത്രം ഒരു ഔട്ട് ഷോയാക്കി നിന്നെ കർത്താവ് മാറ്റുകയാ. സ്വർഗത്തിന്റെ ഡെമോയാക്കി ദൈവം നിന്നെ മാറ്റുക. സ്വർഗം നിന്നിലൂടെ വെളിപ്പെടാൻ പോവുക. നീ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും. ശാപം പിടിച്ച നിന്റെ വീട് അനുഗ്രഹ ഭവനമായി മാറ്റപ്പെടും. മദ്യപാനത്തിൽ തകർന്ന നിന്റെ ജീവിതം ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി മാറും. പാപത്തിൽ ജീവിച്ച നീ ജയകരമായ ഒരു ജീവിതം നയിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിന്നിലൂടെ ജീവിക്കും. ലോകത്തിന് മുമ്പിൽ ദൈവം നിന്നെ വെളിപ്പെടുത്താൻ പോകുക. നിന്നെ ദൈവം വെളിപ്പെടുത്തി കാണിക്കാൻ പോകുക. നിന്നെ ദൈവം വെളിപ്പെടുത്തി കാണിക്കാൻ പോകുക. ഒരൊറ്റ വ്യക്തി വിശ്വസിച്ചാൽ നിന്റെ അവസ്ഥ മാറും. ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറും. എല്ലാവരും കർത്താവിനെ സ്തുതിക്കുക. എല്ലാ കരങ്ങളും അടിച്ചുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ കർത്താവിനെ സ്തുതിക്കുക. എല്ലാവരും കർത്താവിനെ ആരാധിച്ചാട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകലുകൂടെ വ്യാപരിക്കുക. ഇരുപത് വർഷമായിട്ട് എനിക്ക് നട്ടലിൻ്റെ പ്രശ്നമാണ്. ഇന്ന് വരെ മരുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന അന്നും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലിന് വേദനയായിട്ട് എനിക്ക് വണ്ടിയെ കയറാൻ പാടില്ലായിരുന്നു. പക്ഷെ വണ്ടിയെ കയറിയപ്പോൾ മുതലേ വേദന കുറഞ്ഞ് ഇവിടെ വന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യമായി. യേശുവിന് ആയിരം നന്ദി. എങ്ങനെ മനസ്സിലായി? വേദന അശേഷവും ഇല്ല. അതെ, 20 വർഷമായി. അതെ, 20 വർഷത്തിന് മേലിലായി. കുനിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുനിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേദനയായിരുന്നു സഹിക്കാൻ വയ്യാത്ത. കുനിഞ്ഞു നോക്കിയിട്ട് വേദനയില്ല. കുനിഞ്ഞു നോക്കിയാൻ നോക്കി വേദനയില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എത്ര നല്ലവൻ, മതിയായവൻ, സഹോദരൻ മെനഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞൊരു രോഗം കാരണം 1.5 വർഷം കിടപ്പ് തന്നെയായിരുന്നു. എഴുന്നേക്കാൻ പോലും മേലായിരുന്നു. പിന്നെ ആരാധനയ്ക്കൊക്കെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടുകൂടി കുറേ മാറ്റങ്ങളുണ്ടായി. ഇന്ന് പുള്ളിക്ക് ഇരിക്കാനായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്നിപ്പോൾ പുള്ളി ഇത്രയും നേരം ഇരുന്നു. അത് മാത്രമല്ല നിലത്ത് കുത്തിയിരിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഇന്നിപ്പോൾ പുള്ളി ഇവിടെ ഇരുന്ന് കാണിച്ചു. പുള്ളിക്ക് അത് വലിയ മാറ്റം. അതെ, മെനഞ്ചൈറ്റിസ് ആയിരുന്നു. അവന് ഞാൻ ഇങ്ങനെ കിടപ്പിലായിട്ട് ഞാൻ 1.5 വർഷത്തോളം ഒരേ കിടപ്പ് തന്നെയായിരുന്നു. പിന്നെ എഴുന്നേക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ ആരാധനയ്ക്കൊക്കെ വന്ന് എന്നെ കർത്താവിലൊക്കെ വിശ്വസിച്ചു. ഇപ്പോൾ നടക്കാനൊക്കെ ആയി. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചേ? ഇന്നെനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കുത്തിയിരിക്കുന്നതിനോട്
ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നു. അത് പിന്നെ ഇപ്പം കുത്തിയിരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇരുന്ന് നോക്കി ഒന്നിരുന്നേ. ഇങ്ങനെ പറ്റത്തില്ലായിരുന്നിരിക്കാൻ? ഇല്ല, പറ്റില്ലായിരുന്നു. സ്തോത്രം. 1.5 വർഷമായി നടക്കത്തില്ല, ഇങ്ങനെ ഇരിക്കാൻ മേലായിരുന്നു. കർത്താവ് തൊട്ട് വിടുവിച്ചതിനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ സന്ദേശം? അനുഗ്രഹമായില്ലേ? എത്ര നല്ല കർത്താവാണ് നമുക്കുള്ളത്. ആ യേശുവിൽ കൂടെയുള്ള ദൈവിക പദ്ധതി എത്ര മനോഹരമാണ്, തികഞ്ഞ പദ്ധതിയാണ്. അതിനകത്ത് അതൊരു ഫുൾ പ്രൂഫ് പ്രോഗ്രാമായത്, ഒരിക്കലും തെറ്റുപറ്റാത്ത ദൈവിക പദ്ധതി. അതിൽ കൂടെ നമ്മുടെ ജീവിതം എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്ന, യേശുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകാതെ എല്ലാവരും നിത്യജീവനെ പ്രാപിക്കും, എല്ലാവരും അനുഗ്രഹം പ്രാപിക്കും. അതാ ദൈവിക പദ്ധതി. ഇന്ന് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. അതെ, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ അത് നടക്കും. അവിടെ ആ മീറ്റിങ്ങിൽ സംബന്ധിച്ചവർ മാത്രമല്ല, ഇന്ന് നിങ്ങൾ വീട്ടിലിരുന്ന് ഈ TV പ്രോഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരങ്ങളിൽ അത്ഭുത സൗഖ്യങ്ങൾ വരും, ഉറപ്പാണ്. ആ കൈ, നീളം കുറഞ്ഞ കൈ വളർന്ന് മറ്റേ കൈയുടെ ഒപ്പമാവും. നീളം കുറഞ്ഞ കാല് വളർന്ന് മറ്റേ കാലിൻ്റെ നീളത്തിനൊപ്പമാവും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? യേശു ചെയ്യും, ഉറപ്പാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നത്. അതുകൂടാതെ ആ ശ്വാസകോശ രോഗം അത് മാറി. ആ ഒരു ദ്വാരം വീണ ഒരു ശ്വാസകോശമുള്ള ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. എനിക്ക് നല്ല ഉറപ്പാണ്, ഇന്ന് നിങ്ങളുടെ ആ ശ്വാസകോശം കേടുവന്നത് മാറി പുതിയത് അവിടെ സൃഷ്ടിക്കപ്പെടാൻ പോവുക. യേശുവിൽ ആശ്രയിച്ചു. ഇപ്പോൾ തന്നെ ആ കണ്ണുകളെ ഒന്ന് അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരു മനസ്സോടെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ വരികയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും കൂടെ എൻ്റെ യേശുവിൻ്റെ അത്ഭുത സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. ആ ലങ് പ്രോബ്ലമുള്ള, ശ്വാസകോശത്തിന് ദ്വാരം വീണ് പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നല്ലോ. കർത്താവെ, ഇപ്പോൾ തന്നെ അത്ഭുതം ചെയ്യണമേ. പുതിയ ശ്വാസകോശം അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുതിയ ശ്വാസകോശം അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ. കർത്താവെ, അത്ഭുത സൗഖ്യങ്ങൾ, ആ കൈകാലുകൾ ഇപ്പോൾ തന്നെ വളർന്നിറങ്ങട്ടെ. ശരീരത്തിൻ്റെ കൂന് ഇപ്പോൾ തന്നെ നിവർന്നു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം വെളിപ്പെട്ടു വരട്ടെ. കർത്താവെ, അതുകൂടാതെ കുടുംബത്തിൽ തകർച്ചയായിട്ട് ഭാരപ്പെടുന്ന ജീവിത പങ്കാളികൾ എന്നെ കേൾക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യണം. യേശുവാണ് ആ കുടുംബത്തെ കെട്ടുപണി ചെയ്യുന്നത്. യേശുവെ, അതിനെ തകർക്കുവാൻ ദുഷ്ടന് അനുവാദമില്ല. ഇപ്പോൾ തന്നെ അവിടുന്ന് കെട്ടുപണി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളിൽ സ്നേഹം കൊണ്ട് നിറയട്ടെ, മാനസാന്തരമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാൻ, ഞാൻ വിവാഹം കഴിച്ചത് ജീവിത പങ്കാളിയുമായിട്ട് വഴക്ക് കൂടാനല്ല, മറിച്ച് സ്നേഹിപ്പാനാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകട്ടെ. കർത്താവെ, പരിശുദ്ധാത്മാവ് അങ്ങനെ ഇടപെടുന്നതിനായി നന്ദി. സൗഖ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നതിനായി നന്ദി കർത്താവെ. സാമ്പത്തിക വിടുതലും അവിടുന്ന് നൽകുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയോ, ശരീരത്തിൽ അത്ഭുതം നടന്നു കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ വളർന്നു കഴിഞ്ഞു. അതുകൂടാതെ അക്കൂന് നിവർന്നു കഴിഞ്ഞു. ശ്വാസകോശം, ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ വ്യത്യാസം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ, ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ അത് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും, പുതിയ ശ്വാസകോശം അവിടെ സൃഷ്ടിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ഈ അത്ഭുത സാക്ഷ്യങ്ങൾ വിളിച്ചറിയിക്കുവാൻ മറക്കരുത്. ഞങ്ങളത് കേൾക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുക. കാരണം യേശു അത് ചെയ്യും. യേശു അതിന് മതിയായവനാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഇതേ സമയത്ത് ഇതേ ചാനലിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നിങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെ എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി, സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. देखो आते हैं बहते हुए खून की धार,
उसे देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू।